മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് രണ്ടാഴ്ചയിലായി കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് F-35B യുദ്ധവിമാനം UK നിന്നുള്ള എഞ്ചിനീയറിംഗ് ടീമുകൾ പ്രത്യേക ഉപകരണങ്ങളുമായി എത്തിക്കഴിഞ്ഞാൽ വിമാനത്താവളത്തിന്റെ ഹാങ്ങറിലേക്ക് മാറ്റും. യുദ്ധവിമാനത്തിന്റെ സംരക്ഷിത സാങ്കേതിക വിദ്യകൾ മറ്റുള്ളവർ സൂക്ഷ്മമായി പരിശോധിക്കരുതെന്ന് ബ്രിട്ടീഷ് നാവികസേന ആഗ്രഹിച്ചേക്കാമെന്നതിനാൽ വിമാനം ഹാങ്കറിലേക്ക് മാറ്റരുതെന്ന് ബ്രിട്ടീഷ് നാവികസേന അഭ്യർത്ഥിച്ചിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ടാഴ്ച മുമ്പാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്. ലാൻഡിംഗിന് ശേഷം ഹൈഡ്രോളിക് തകരാർ സംഭവിച്ചതിനാൽ വിമാനത്തിന് തിരിച്ചു പറക്കുവാൻ സാധിച്ചില്ല. പറന്നുയരുവാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിഫലമായി. ഇതേ തുടർന്ന് വിമാനം അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലേക്ക് തിരിച്ചു. $110 മില്യൺ വിലമതിക്കുന്ന F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം 24 മണിക്കൂർ CISF കാവലിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്നത്. ജൂൺ 14 റോയൽ ബ്രിട്ടീഷ് നേവിയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ F-35B ലൈറ്റ്നിംഗ് 2 വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്ധനം കുറവായതിനെ തുടർന്നും പ്രതികൂല കാലാവസ്ഥ കാരണം കേരളത്തിലെത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ നിലയുറപ്പിച്ച വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങുവാൻ കഴിയാതിരുന്നതിലുമാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കുവാൻ അനുമതി തേടിയത്. തുടർന്ന് ഇന്ത്യൻ വ്യോമസേന സുരക്ഷിതമായി ലാൻഡിംഗിന് സൗകര്യമൊരുക്കുകയും ഇന്ധനം നിറയ്ക്കുന്നതിനും ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനും സഹായങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംഭവിച്ച ഹൈഡ്രോളിക് തകരാർ വിമാനം തിരിച്ചു പറക്കുന്നതിന് തടസ്സമാവുകയായിരുന്നു. F-35B യുദ്ധവിമാനം നന്നാക്കുവാനായി UK നിന്ന് ഒരു പ്രത്യേക ടോ വെഹിക്കിളും 40 അംഗ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെയും വിദഗ്ധരുടെയും സംഘവും കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നുള്ള റോയൽ നേവി ടെക്നീഷ്യന്മാർ അറ്റകുറ്റപ്പണികൾക്ക് ശ്രമിച്ചുവെങ്കിലും പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ബ്രിട്ടീഷ് സംഘം നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയത്. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ വിമാനം UK വ്യോമമാർഗം മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പൈലറ്റ് സ്ക്വാഡ് WK-7700 എന്ന ഡിസ്ട്രസ് കോഡ് സജീവമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉടൻ തന്നെ ബേ 4ലേക്ക് സാധാരണയായി VIP വിമാനങ്ങൾക്കായി നീക്കിവച്ചിരുന്ന ഒരു സ്ലോട്ടിലേക്ക് നയിച്ചു. ലാൻഡിംഗിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ആവർത്തിച്ചുള്ള ലാൻഡിംഗ് ശ്രമങ്ങൾക്ക് ശേഷം ഇന്ധനക്ഷാമം മൂലമുണ്ടായ അടിയന്തരാവസ്ഥയാണെന്ന് IAF പിന്നീട് സ്ഥിരീകരിച്ചു. 10 ദിവസത്തിലേറെയായി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന $100 മില്യൺ അതായത് ഏകദേശം 835 കോടി രൂപ വിലമതിക്കുന്ന ഈ അത്യാധുനിക വിമാനത്തിന് ഒരു ദിവസത്തെ പാർക്കിംഗ് ഫീസായി ഏകദേശം 26,000 രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത്. റോയൽ നേവി ടെക്നീഷ്യന്മാർ സംഭവസ്ഥലത്ത് ശ്രമിച്ചിട്ടും വിമാനം നിലത്തിറക്കിയ ഹൈഡ്രോളിക് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ UK നിന്നുള്ള 40 അംഗ വിദഗ്ധ സംഘം US നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ വിമാനം പരിശോധിക്കുവാനും സാധ്യമെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ കൂടുതൽ സങ്കീർണമായ ഒരു ബദൽ മാർഗം ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നുണ്ട്. ഒരു ചരക്ക് വിമാനം ഉപയോഗിച്ച് നിലത്തിറക്കി ഈ ജെറ്റ് കൊണ്ടുപോകുമെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ വക്താവ് പറഞ്ഞത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ UK F-35B എത്രയും വേഗം നന്നാക്കുവാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ അധികാരികളുടെ തുടർച്ചയായ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. CISF കാവലിൽ കർശന സുരക്ഷയിലാണ് യുദ്ധവിമാനം പാർക്ക് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന ബ്രിട്ടന്റെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിലെ F-35B വിമാനം ജൂൺ 14 ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇറക്കിയത്. മോശം കാലാവസ്ഥയും ഇന്ധനക്കുറവും അടിയന്തര ലാൻഡിംഗിന് കാരണമായി. റോയൽ നേവി ടെക്നീഷ്യന്മാർ നടത്തിയ പ്രാഥമിക അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് UK നിന്നുള്ള US നിന്നുള്ള വിദഗ്ധ സംഘമാണ് ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത്. F-35B വിമാനത്തിന്റെ ഭാരം ഏകദേശം 27 ടണ്ണാണ്. ഈ കണക്കനുസരിച്ചാണ് പ്രതിദിനം ഏകദേശം 26,261 രൂപ പാർക്കിംഗ് ഫീസായി വരുമെന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നത്. 12 ദിവസത്തേക്ക് ഇത് ഏകദേശം 3.15 ലക്ഷം രൂപയായി വരും. വിമാനത്താവളത്തിലെ VIP വിമാനങ്ങൾക്കായി നീക്കിവെച്ച ബേ 4ലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് CISF വിമാനത്തിന് കർശന സുരക്ഷ ഒരുക്കുകയാണ്. വിമാനത്തിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മറ്റു രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി നേരത്തെ നിരസിക്കുകയായിരുന്നു. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17 ഗ്ലോബ്സ്മാസ്റ്റർ 3 എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ F-35നെ എയർലിഫ്റ്റ് ചെയ്ത് UK തിരികെ കൊണ്ടുപോകുവാനാണ് സാധ്യത. ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധന താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്.
ഇന്ത്യയും യുകെയും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാർ വഹിക്കുവാനും സാധ്യതയുണ്ട്. നിലവിൽ 4-ാം ബേയിൽ CISF സംരക്ഷണത്തിന് പാർക്ക് ചെയ്തിരിക്കുന്ന F-35 വിമാനം സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾക്കും ഇടയാക്കി. $110 ബില്യൺ വില വരുന്ന വിമാനം OLXൽ $40 മില്യൺ വിൽപ്പനയ്ക്ക് വെച്ചതായാണ് പ്രചരിക്കുന്ന ട്രോളുകളിലൊന്ന്. വിമാനത്തിന് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കുവാൻ അർഹതയുണ്ടെന്ന് ചിലർ തമാശയായി പറയുന്നുണ്ട്. ബ്രിട്ടീഷ് F-35B കേരളത്തിൽ തുറന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാനായത് ഭാഗ്യമാണെന്നും മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതിനകം മോഷ്ടിക്കപ്പെടുമായിരുന്നുവെന്നും ചിലർ ട്രോളുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയതും സാങ്കേതികമായി സങ്കീർണമായ യുദ്ധവിമാനങ്ങളുടെ ഭാഗമാണ് F-35B. ലോക്ഹീഡ് മാർട്ടിൻ രൂപകൽപ്പന ചെയ്ത F-35 പ്രോഗ്രാം ഒന്നിലധികം അന്താരാഷ്ട്ര പങ്കാളികളെയും സർവീസ് ശാഖകളെയും ഉൾക്കൊള്ളുന്നുണ്ട്. റോയൽ നേവി പ്രവർത്തിക്കുന്ന B വേരിയന്റ് ഹ്രസ്വ ടേക്ക് ഓഫും ലംബ ലാൻഡിങ്ങുകൾ നടത്തുവാൻ കഴിയും. ഇത് കാറ്റപ്പൾട്ട് സംവിധാനങ്ങളില്ലാത്ത കാരിയറുകളിൽ നിന്ന് പറക്കുവാൻ പ്രാപ്തമാക്കുന്നു. A, B, C വകഭേദങ്ങൾ ഉൾപ്പെടുന്ന F-35 ശ്രേണി സമീപ മാസങ്ങളിൽ ഒന്നിലധികം വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിയൻ പ്രദേശത്തെ കൃത്യമായ പ്രവർത്തനങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന തങ്ങളുടെ F-35 കപ്പലുകളെ വിന്യസിച്ചു വരുന്നു. ഇത് പാശ്ചാത്യ വ്യോമശക്തികളോടുള്ള ജെറ്റിന്റെ കേന്ദ്ര ബിന്ദുവിനെ അടിവരയിടുകയാണ്. റഡാർ ഒഴിവാക്കൽ സ്വഭാവവും നൂതന സെൻസൽ ഫ്യൂഷൻ സാങ്കേതികവിദ്യയും ചേർന്ന് F-35നെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാക്കി മാറ്റുന്നു. അതിന്റെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ചെലവ്, ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ എന്നിവയെ ചൊല്ലി പ്രോഗ്രാം നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് F-35B അതിന്റെ ലിഫ്റ്റ് ഫാൻ സിസ്റ്റമായും ലംബ ലാൻഡിംഗ് മെക്കാനിസവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ നേരിട്ടിട്ടുണ്ട്. ശത്രുസേനയുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ചു പറക്കുവാൻ കെൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമായാണ് F-35 അറിയപ്പെടുന്നത്. റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമെന്നാണ് ഇവിടെ അവകാശവാദം. എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയുവാൻ സാധിച്ചു. US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായി F-35I അദീൻ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുൻനിരയിലുള്ളത്. F-35ലേക്ക് ഇസ്രായേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത്. ഏറെക്കാലമായി F-35 യുദ്ധവിമാനം ഇന്ത്യക്ക് വിൽക്കുവാനായി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് F-35 ഇന്ത്യക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിലയുടെ കാര്യത്തിലും കരാർ രൂപീകരിക്കുന്നതിലും വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്ര നിലപാട്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ചിരുന്ന 5-ാം തലമുറ യുദ്ധവിമാനത്തിന്റെ മുന്തിയ മോഡലിന് $115 ദശലക്ഷം വിലമതിക്കും. നിലവിൽ നാറ്റോ സഖ്യകക്ഷികൾക്കും ഇസ്രായേൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുമാണ് യുദ്ധവിമാനം US നൽകിയിട്ടുള്ളത്. ഇന്ത്യക്ക് വിമാനം നൽകുവാനുള്ള തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാനും F-35 അമേരിക്ക വിൽക്കുമോ എന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഇതിനിടയിലാണ് 5-ാം തലമുറ സ്റ്റെൽത്ത് വിമാനം സുഖോയ് 57 സോഴ്സ് കോഡ് സഹിതം നൽകുവാൻ റഷ്യ തീരുമാനിച്ചത്. US വാഗ്ദാനം ചെയ്ത F-35 കിടപിടിക്കുന്നതാണ് Su-57E. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.